കുചേലെന്ന് നാട്ടുകാരദ്ദേഹനെ വിളിച്ച പേരാണ്. കുചേലെന്നല്ല പേര്. പിന്നെ ശ്രീദാമ, സുദാമ. പക്ഷെ അദ്ദേഹം മനസ്സിന് ദാരിദ്ര്യം കേട്ടോ. ഈ ലോകത്തിൽ പല ആൾക്കാർക്കും കോടീശ്വരന്മാരവർ, പക്ഷേ മനസ്സാ ദരിദ്രന്മാരാ. അപ്പോൾ ഒരാൾ ദരിദ്രനാണോ ധനികനാണോ എന്ന് തീരുമാനിക്കുന്ന എന്താ ഘടകം, എന്താ മാനദണ്ഡം? ആരാണോ എപ്പോഴും ഉള്ളിൽ തൃപ്തനായിരിക്കുന്നത് അയാളാണ് അത്ര ഏറ്റവും വലിയ ധനികൻ. പണത്ര കിട്ടിയാലും അധികാരത്ര കിട്ടിയാലും സുഖസൗകര്യങ്ങൾ എത്ര ഉണ്ടായാലും ഭോഗങ്ങൾ എത്ര ഉണ്ടായാലും എത്രയാലും മതി വരില്ല. ഇനിയും വേണം ഇനിയും വേണം എന്നുള്ളതായ മോഹം ആർക്കുണ്ടോ അവരാണത്രേ ദരിദ്രന്മാർ. യാതൊരു ആഗ്രഹങ്ങളില്ലെങ്കിലും ഭഗവാൻ എങ്ങനെയാണോ ലോകത്തിന് മംഗള മാതൃകയാവാൻ വേണ്ടി ഇത്ര വലിയ ത്രിലോകീ ഗൃഹസ്ഥനായി ലീല ചെയ്യുന്നത്, ഇതുപോലെ എൻ്റെ ഭക്തന്മാരും കാമനകളില്ലാത്തവരാ. അവർ ഒരാഗ്രഹങ്ങളില്ലെങ്കിലും ലോകത്തിന് നന്മ നയിക്കാൻ വേണ്ടി മാതൃകയാവാൻ വേണ്ടി ഇങ്ങനെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. ഇന്നത്തെ ശിഷ്യന്മാരെങ്ങനെയാണ്? ഗുരുനാഥ ഗുരു ഒക്കെ പറയും. എന്നിട്ടോ ഗുരു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുറുങ്ങി ഇങ്ങനെ നിൽക്കുക അല്ലേ? എന്താ കാരണം? അത് ഇഷ്ടമില്ല. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, തനിക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യാൻ പറ്റില്ല. അത് ഉത്തമ ശിഷ്യൻ്റെ ലക്ഷണമാണോ? അല്ല.